ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്കുകൾ നീക്കി യാത്രക്കാരെ വരവേൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഏറെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഏവരും കടക്കുന്നത്. കൊറോണ വ്യാപനം നൽകിയ കടമ്പകൾ താണ്ടി പ്രവാസികൾ പഴയ രീതിയിലേക്ക് കടക്കുമ്പോൾ ഏറെ ആശ്വാസമാണ് കാണുവാൻ സാധിക്കുന്നത്. ഒട്ടുമിക്കവരും യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ്. അവർ മറക്കാതിരിക്കാൻ ചില മാനദണ്ഡങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ എംബസി. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്കുള്ള യാത്ര സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുകൾ ഓർമ്മിപ്പിച്ച് ഇന്ത്യൻ എംബസി രംഗത്തെത്തിയിരിക്കുകയാണ്. ട്വിറ്ററിലൂടെയാണ് ഇവർ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുകൾ യാത്രക്കാരെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് ടൂറിസ്റ്റ് വിസയിലോ കുടുംബ വിസയിലോ ഖത്തറിലേക്ക് വരാൻ സാധിക്കില്ല. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്നവർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ സംബന്ധിച്ചാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. കൊറോണ വ്യാപനം കാരണം ഏർപ്പെടുത്തിയിരുന്ന യാത്രാ നിബന്ധനകളിൽ പലതരത്തിലുള്ള ഇളവ് ഖത്തർ നൽകിയിട്ടുണ്ട്. എന്നാൽ സന്ദർശക വിസയിലെത്തുന്ന കുട്ടികളുടെ യാത്രകൾക്ക് ഇതുവരെ ഖത്തർ അനുമതി നൽകിയിട്ടില്ല. കുടുംബ സന്ദർശക വിസയ്ക്ക് അപേക്ഷിച്ച പലരും കുട്ടികളുടെ കാര്യം വീണ്ടും ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഖത്തർ എംബസി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ നിബന്ധന വീണ്ടും ഏവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 2 മുതൽ നേപ്പാൾ, ഇന്ത്യ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് പുതിയ നിബന്ധനയാണ് ഖത്തർ ഇറക്കിയിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാജ്യങ്ങളെ റെഡ്, യെല്ലോ, ഗ്രീൻ എന്നിങ്ങനെ പട്ടികയായാണ് ഖത്തർ തിരിച്ചിട്ടുള്ളത്. കുടുംബ വിസ, സന്ദർശക വിസ എന്നിവയിൽ അപേക്ഷ നൽകിയ പലർക്കും അടുത്തിടെ വിസ ലഭിക്കുകയുണ്ടായി. വിമാന ടിക്കറ്റും ക്വാറന്റൈൻ ഹോട്ടലും ബുക്ക് ചെയ്ത് എയർപോർട്ടിലെത്തുമ്പോൾ പലർക്കും യാത്ര മുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് ഖത്തറിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. നിരവധി പേരാണ് ഇത്തരത്തിൽ ടിക്കറ്റ് കിട്ടാതെ നിരാശയിലാക്കുന്നത്. പലരും പരാതിയുമായി എംബസിയെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തി എംബസി രംഗത്തെത്തിയത്. അതേസമയം ഖത്തർ ഐഡി ഉള്ളവർക്കും കുടുംബ റെസിഡന്റ് വിസയുള്ളവർക്കും ഖത്തറിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നതാണ്. ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഖത്തർ നൽകുകയുള്ളൂ. ഖത്തറിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് കോവിഡ് വാക്സിൻ നൽകുക. പുതിയ നിയമപ്രകാരം ഖത്തറിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും ഖത്തറിൽ വെച്ച് കോവിഡ് ബാധിച്ച് അസുഖം മാറിയവർക്കും 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമാണ്. 2 ദിവസത്തിന് ശേഷം RT-PCR പരിശോധനാഫലം നെഗറ്റീവായാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. എന്നാൽ ഖത്തറിന് പുറത്തു നിന്നും കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് 10 ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ വേണം. ഓൺ അറൈവൽ സന്ദർശക വിസയിലെത്തുന്നവർക്കും ഈ നിബന്ധനകൾ ബാധകമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.